ഹാപ്പി ബർത്ത്ഡേ വിഷസൊക്കെ ഞാനിങ്ങനെ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വായിക്കുന്ന സമയത്തൊക്കെ എനിക്ക് പലപ്പോഴും പല ഓർമ്മകളും വരും. അതിൽ എനിക്ക് വളരെ പ്രസക്തമായൊരു ഓർമ്മ ദയാളൻ സാർ എന്ന് പറഞ്ഞ ഞാൻ ഒരു ജോലി ചെയ്ത ഫാക്ടറിയിൽ ഒരു ക്വാളിറ്റി ഹെഡായിരുന്നു. ഒരു എഞ്ചിനീയറിംഗ് വലിയൊരു എഞ്ചിനീയറിംഗ് ഫാക്ടറിയാണ്, UK-യുടെ ഒരു ഫാക്ടറിയാണ് ഇന്ത്യയിലുണ്ടായിരുന്നത്. അദ്ദേഹം വളരെ ടഫാണ് ജോലിയിൽ. എല്ലാവരോടും അദ്ദേഹം ദേഷ്യപ്പെട്ടേക്കാണ് സംസാരിക്കുക. അപ്പോൾ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് അവിടെയാണ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഞാനങ്ങനെ ചെറിയൊരു പയ്യനാണ്. അദ്ദേഹത്തിന് ആ സമയത്ത് 50 എന്നെങ്ങാണ്ട് വയസ്സ് കാണും. ഞാൻ 21-22 വയസ്സ് പയ്യനാണ്. പക്ഷെ എന്തുകൊണ്ടും അറിയില്ല, ആരോടും അവിടുത്തെ വെള്ളക്കാരോട് പോലും പുള്ളിക്കാരൻ ദേഷ്യമായിട്ട് സംസാരിക്കുക. കാരണം എപ്പോഴും ഈ ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളരെ സീരിയസ് ആയിരിക്കും. ചെറിയ ഡീവിയേഷൻ പോലും പുള്ളിക്കാരൻ സമ്മതിക്കാതെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇദ്ദേഹത്തോട് ദേഷ്യമാണ്. പക്ഷേ വെള്ളക്കാരിൽ മറ്റേ അതിൻ്റെ പ്രൊമോട്ടേഴ്സിന്, അതിൻ്റെ ഡയറക്ടേഴ്സിനൊക്കെ ഇദ്ദേഹത്തെ ഇഷ്ടമാണ്. കാരണം ഇദ്ദേഹം തൻ്റെ ജോലിയിൽ വളരെ പെർഫെക്റ്റ് ആണല്ലോ. അതുകൊണ്ട് സാധാരണ ഓഫീസിലൊക്കെ വന്നാൽ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടും. എന്നോടെന്തോ ആദ്യത്തെ ദിവസം മുതൽ എന്നെ കണ്ടച്ചിരിക്കും. ഞാനും ചോദിക്കും, ഞാൻ അങ്കിൾ എന്നാണ് വിളിക്കുക, കോഫിയൊക്കെ കുടിച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയാം, നിങ്ങൾക്കൊക്കെ മാനേജേഴ്സിനൊക്കെ തനിച്ചുള്ള കോഫി ഷോപ്പല്ലേ, നിങ്ങൾക്കൊക്കെ ഇവിടെയല്ലേ എന്നൊക്കെ തമാശയ്ക്ക് പറയും. അങ്ങനെ എനിക്കും ഇദ്ദേഹത്തിനും നല്ല ഒരു റിലേഷൻഷിപ്പ് വന്നു. 2-3 സന്ദർഭങ്ങളിൽ അദ്ദേഹം ഒരു നിസ്സഹായ അവസ്ഥയിലുള്ള സമയത്ത് ഞാൻ ഓടിപ്പോയി അദ്ദേഹത്തിന് സഹായിച്ചു. ഞാനത് മറന്നുപോയി. എൻ്റെ അച്ഛനെ പോലെയാണ് ഞാനും, സഹായിക്കുമെന്ന് മറന്നു പോകുന്നത് ഒരിക്കലും മനസ്സിൽ വയ്ക്കില്ല. തിരിച്ച് ഈ 2-3 സംഭവങ്ങളിൽ ഞാൻ സഹായിച്ചത് അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹവും എന്നോടുള്ള കരുണയും കുറച്ചുകൂടി കൂടുതലായി. അങ്ങനെ കാലങ്ങൾ കടന്നു പോകുന്നു. പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഞങ്ങളുടെ ഈ ഒരു HR ഡയറക്ടർ എന്ന് പറഞ്ഞു, അദ്ദേഹം വെള്ളക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മളിങ്ങനെ എല്ലാവരുടെ പിറന്നാളും ആഘോഷിക്കണം, ഞങ്ങൾ ലണ്ടനിലൊക്കെ ആഘോഷിക്കുന്നുണ്ട്, ഇതെന്താ ഇവിടുത്തെ എംപ്ലോയീസിനൊന്നും ബർത്ത്ഡേ സെലിബ്രേഷൻ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ഇനിയിപ്പോൾ അതിൻ്റെ ചിലവിന് ഇനി ബഡ്ജറ്റൊക്കെ വേണ്ടേ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. പക്ഷെ അടുത്ത കൊല്ലം തൊട്ടാണ് തുടങ്ങാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇത് കേട്ടു. എന്താ സംസാരിക്കണേ? ഇങ്ങനെ കേക്ക് വാങ്ങിക്കണം, എല്ലാവർക്കും ചോക്ലേറ്റ് ഇതൊക്കെ കൊടുക്കണം. അപ്പോൾ ഞാൻ സന്തോഷിച്ചു. പക്ഷെ അടുത്ത കൊല്ലം തൊട്ടാണ് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. കണ്ടോ ഞാൻ, അപ്പോൾ ഈ ദയാളൻ സാർ പറയാണ്, കണ്ടോ ഞാൻ എത്ര നിർഭാഗ്യവാനാണ്. എന്താണ് അങ്ങനെ നിർഭാഗ്യവാൻ പറയാൻ കാരണം? അപ്പോൾ അതൊക്കെ തമിഴിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം നന്നായി ഇംഗ്ലീഷും സംസാരിക്കും, എൻജിനീയറിംഗ് പഠിച്ച ആളാണല്ലോ. അപ്പോൾ പറഞ്ഞു, നോക്കൂ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ജനിച്ച് വളർന്നതൊക്കെ. എൻ്റെ കുടുംബത്തിൽ ഇതുവരെ എനിക്ക് എൻ്റെ അച്ഛനോ അമ്മയോ ആരും എനിക്ക് കേക്ക് കട്ട് ചെയ്ത് തന്നിട്ടില്ല. അതിനുശേഷം ഈ കേക്ക് കട്ട് ചെയ്യുന്നതും പിറന്നാളൊരു പാർട്ടിക്ക് പോകുന്നതൊക്കെ വളരെ പണമുള്ള ആൾക്കാരുടെ ഒരു ആഘോഷമായിട്ടൊക്കെയാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ ഇപ്പോഴും എൻ്റെ പിറന്നാളിന് കേക്കൊക്കെ കട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാൻ പറയും, ആ കാശുണ്ടെങ്കിൽ വേറെ വല്ലതൊക്കെ വാങ്ങിക്കും, പച്ചക്കറി വാങ്ങിച്ചൂടെ, നമ്മുടെ വലിയ കുടുംബമാണ്, എന്തിനാണ് എനിക്ക് കട്ട് ചെയ്യുന്നത്? മക്കളുടെയൊക്കെ കട്ട് ചെയ്യും, എനിക്കൊരു കേക്ക് പീസ് തരും. പക്ഷേ എനിക്കൊരിക്കലും ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എൻ്റെ ഭാര്യയോ എൻ്റെ മക്കളോ ആർക്കും അത് തോന്നിയിട്ടില്ല, എന്നെ നിർബന്ധിച്ചിട്ടില്ല. ചിലപ്പോൾ ഞാൻ സമ്മതിക്കില്ല എന്ന് വെച്ചിട്ടായിരിക്കാം. പക്ഷേ എന്തുകൊണ്ടോ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കേക്ക് കട്ട് ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഒരു വിഷമുള്ളതായിട്ട് എനിക്കറിഞ്ഞു. ഞാൻ റെക്കോർഡ് പോയി അന്വേഷിച്ചപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ. അപ്പോൾ ഞാൻ ഈ HR-ലേക്ക് വിളിച്ച് പറഞ്ഞു, നമുക്കിന്ന് ഈ ആഘോഷിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല, നമുക്ക് അപ്രൂവൽ ഇല്ല, അടുത്ത കൊല്ലം തൊട്ടാണ് ചെയ്യേണ്ടത്, അത് പോളിസിയാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ചെറുപ്പമല്ല, ഡിഗ്രി കഴിഞ്ഞിട്ട് 22-23 വയസ്സുള്ള സമയമല്ലേ. നല്ല മലയാളത്തിൽ പറഞ്ഞ രക്തത്തിളപ്പ്. പിന്നെ നമ്മൾ മലയാളിയുമാണ്, ഒന്നെടുത്താൽ നമ്മൾ അത് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാണ്ട് വിടില്ലല്ലോ. ഞാൻ ഇയാളെ പിടിച്ച് ഫയർ ചെയ്തു. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അയാൾ അവിടുത്തെ ഇത്രയും എംപ്ലോയീസിൻ്റെ HR ഹെഡാണ്. ഞാൻ പറഞ്ഞു, എന്ത് പോളിസിയാണ്? ഒരു മനസ്സിനെ നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ, ഒരു എംപ്ലോയി സന്തോഷിപ്പിക്കാൻ പറ്റിയില്ല, നിങ്ങൾ എന്ത് പോളിസി എന്താണെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇതാണെന്നൊക്കെ ഇയാൾ അഹങ്കാരത്തിൽ സംസാരിച്ചു. ഞാൻ ഇവിടെ ഇന്ത്യയിലുള്ള ഹെഡിനോട് സംസാരിച്ചു, അപ്രൂവലില്ല. ഞാൻ UK-ക്ക് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, വളരെ ചെറിയ കാര്യമാണ്, ഇതെന്തിനാ എനിക്ക്, നിങ്ങളിന്ന് തീരുമാനമെടുത്തോളൂ എന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ അപ്രൂവൽ തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ചെലവ് ചെയ്യും, എല്ലാ എംപ്ലോയീസിനും ഞാൻ ചെലവ് ചെയ്യും, ചിലപ്പോൾ എൻ്റെ 1 മാസം ശമ്പളം പോലും എനിക്ക് നഷ്ടമാകാം, സാറില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ഈ മനസ്സ്, അവിടെ ജോലി ചെയ്യുന്ന കൂടെ ജോലി ചെയ്യുന്ന ഒരാളെ സന്തോഷിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന നിൻ്റെ മനസ്സ് എനിക്കറിയില്ലേ, അതിന് ഞാൻ ഹാറ്റ്സ് ഓഫ്, എത്ര വേണമെങ്കിലും ചെലവ് ചെയ്യാൻ ബഡ്ജറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അത് അപ്പോൾ ഞാൻ നിങ്ങൾ ഫാക്സ് അയക്കാൻ പറഞ്ഞു. അപ്പോഴൊക്കെ ഫാക്സ് അല്ല, ഫാക്സിൽ ഓപ്പൺ അപ്രൂവൽ തന്നു. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഇതെല്ലാം അദ്ദേഹം കാണുന്നുണ്ട്. എന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന വൈകുന്നേരമാണ് ഈ കേക്ക് കട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻ. അപ്പം ഞാൻ പറഞ്ഞു, ഗസ്റ്റ് റൂമിൻ്റെ കീയൊക്കെ എൻ്റെ കൺട്രോളിലാണ്, അവിടെ ഫാക്ടറിയോട് ചേർന്ന് തന്നെ. ഞാൻ പറഞ്ഞു, വരൂ ദയണം സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കമ്പനിയുടെ കാർ എടുത്തിട്ട് നേരെ പണം, ഈ ഫാക്സ് കാണിച്ച് കുറേ പണം ഞാൻ പെറ്റി ക്യാഷിന് വാങ്ങിച്ചിട്ട് അടുത്തുള്ള ഷോപ്പിലേക്ക് പോയി നല്ല പാൻറ്റ്, നല്ല ഷർട്ട്, എല്ലാ വസ്ത്രം, അദ്ദേഹത്തിന് ആവശ്യമുള്ള എല്ലാ വസ്ത്രങ്ങളും, ഷൂ, എല്ലാം പുതിയ, അദ്ദേഹം എപ്പോഴും യൂണിഫോമിലാണ് ഉണ്ടാകുക. അടുത്ത സ്ഥലത്ത് പോയി ഷേവ് ചെയ്യാൻ പറഞ്ഞു, എല്ലാം ചെയ്തത്. തിരിച്ചും ഗസ്റ്റ് ഹൗസിലേക്ക് വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു നല്ല സുഖമായിട്ട് കുളിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആഹാരത്തിന് ലിസ്റ്റ് ചോദിച്ചു, 5-6 ഐറ്റം പറഞ്ഞു. ആ ആഹാരമൊക്കെ ഞാൻ ഓർഡർ, അപ്പോഴൊന്നും സ്വിഗ്ഗിയൊന്നുമില്ല, ഒരു പയ്യനെ വിട്ടിട്ട് ആ ആഹാരമൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് ഈ ഗസ്റ്റ് ഹൗസിൽ ഒരു ഗസ്റ്റിനെ ട്രീറ്റ് ചെയ്യും, വെള്ളക്കാരെയൊക്കെ എങ്ങനെ ട്രീറ്റ് ചെയ്യുക അതുപോലെ അദ്ദേഹത്തിന് ഇട്ടിട്ട് AC ഒക്കെ ഇട്ട് നിങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞു. അദ്ദേഹം സുഖമായിട്ട് കിടന്നുറങ്ങി. അതിന് ശേഷം കുളിച്ച് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ വരുമ്പോൾ നിങ്ങൾ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം തലയൊക്കെ ഏരി നല്ല പൗഡറൊക്കെ ഇട്ടിട്ട് കറക്റ്റ് 6 മണിക്ക് ഞങ്ങളെല്ലാം കേക്കൊക്കെ റെഡി ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു, കോഫി, ഡ്രിങ്ക്സ് എല്ലാം റെഡി ചെയ്തു. എല്ലാം റെഡി ആയിരുന്ന സമയത്ത് ഇദ്ദേഹം അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഒരു ഹീറോമാരി തോന്നി. ആർക്കും വിശ്വസിക്കാൻ വയ്യ ഇത് ദയാളൻ സാറിനെ ആണോ? കാരണം ഇയാളെപ്പോഴും ഷേവൊന്നും ചെയ്യാതെ, ശരീരമൊക്കെ അഴുക്കുണ്ടാകും, ജോലി ചെയ്ത് അഴുക്കുണ്ടാകും, യൂണിഫോം ആയിരിക്കും. ചിലപ്പോൾ യൂണിഫോം എന്ന് അവർ ദിവസം തീരുമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് അഴുക്കുള്ളൊരു യൂണിഫോമൊക്കെ ആയിരിക്കും. ഷൂ ഒന്നും ഫാക്ടറിയുടെ ഷൂ ആയിരിക്കും, പോളിഷ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയൊക്കെ ഒരു അത്ര ഒരു അട്രാക്ഷൻ ഇല്ലാത്ത ഒരാളാണ്. പക്ഷെ ട്രിമ്മായിട്ട് ഞാൻ എൻ്റെ അസിസ്റ്റൻ്റ് അയച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കോസ്റ്റ്യൂമൊക്കെ നോക്കാൻ പറഞ്ഞു. നോക്കി എന്നിട്ട് ഞാൻ ഫോട്ടോഗ്രാഫിനെ വിളിച്ചു. ഇദ്ദേഹം വരുന്ന സമയത്ത് ഒരു ഹീറോ ഒക്കെ പെട്ടെന്ന് ഷൂട്ടിങ്ങിന് വരുന്നത് പോലെ എല്ലാവർക്കും ഉണ്ടായി. ഇതൊന്നും വലിയ കാര്യമില്ല. ഇദ്ദേഹം അതുവരെ ഞങ്ങളോടൊക്കെ സാധാരണ തമിഴിൽ സംസാരിക്കുന്ന അദ്ദേഹം ഞങ്ങൾക്ക് തന്നെ ഷോക്കായി പോയി. ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്. നേരെ പോയി അവിടെയുള്ള ഇംഗ്ലീഷുകാരോടൊക്കെ സംസാരിച്ച് അവർക്കൊക്കെ ഷോക്കായി. ഇതെന്താ ഇയാൾ ഇങ്ങനെ നല്ല ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവൊക്കെ ഇങ്ങനെ ഉള്ളിൽ വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ വന്നിട്ട് ഉടനെ പറഞ്ഞു കേക്ക് കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇംഗ്ലീഷിലൊരു പ്രസംഗം ചെയ്തു. ഒരു 6-7 നിമിഷത്തെ പ്രസംഗം. അതിൽ എന്നെ കുറേ നല്ല വാക്കുകൾ എന്നെ പറ്റി പറഞ്ഞു. എന്നെ കുറേ നല്ല വാക്കുകൾ പറഞ്ഞു. അതുകൂടി വലിയ കാര്യമല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വലിയൊരു അമ്പലം അല്ലെങ്കിൽ ഒരു പള്ളി അല്ലെങ്കിൽ വലിയൊരു മോസ്ക് കെട്ടുന്നതിനൊക്കെ ഉയരത്തിലാണ് ഒരു നല്ല മനുഷ്യൻ, ഒരു സാധാരണക്കാരൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ എടുക്കുന്ന ഇനിഷിയേഷൻ. അദ്ദേഹം നല്ലൊരു ഇംഗ്ലീഷ് ആ സബ്ജക്റ്റിൽ സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടം തൊട്ട് ലണ്ടൻ വരെ ഫോളോ ചെയ്ത് ഈ സാധാരണക്കാരനായി എന്നെ സന്തോഷിപ്പിക്കാനായിട്ട് ഇവിടെ ഈ കമ്പനിയിൽ എടുത്തു ഞാൻ പറയാൻ പറ്റില്ല, ഈ കമ്പനിയിൽ ഒരാളെങ്കിലും ചെയ്തല്ലോ, എൻ്റെ കുടുംബത്തിൽ പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ധീരമായിട്ട് സംസാരിച്ച ആൾ പെട്ടെന്ന് ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞു പോയി. അതുവരെ അദ്ദേഹം സന്തോഷത്തിൽ വെള്ളക്കാരനെ പോലെ സംസാരിച്ചതും അതെല്ലാം കഴിഞ്ഞ് അയാൾ പച്ച മനുഷ്യനായിട്ട് വീണ്ടും അയാൾ ദയാളനായിട്ട് മാറുകയാണ്. ഒരു വെള്ളക്കാരനായ ഒരാളെ പോലെയൊക്കെ അദ്ദേഹത്തിന് ഉള്ളിനുള്ള ആഗ്രഹമായിരുന്നു. നല്ലപോലെ ഡ്രസ്സ് ചെയ്യണം, ഇതുപോലെ പോളിഷ് ചെയ്ത് ഷൂ ഇടുന്നൊക്കെ ആഗ്രഹമായിരുന്നു. അതൊക്കെ സഫലീകരിച്ചപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് ലണ്ടനിൽ പോയി അവിടെയൊക്കെ കണ്ടിട്ട് വരണം. അവിടെ ജോലി ചെയ്യാൻ ഇഷ്ടമല്ല. പുള്ളിക്കാരൻ നല്ല ഇവിടുത്തെ ആഹാരം തന്നെ കഴിക്കണം. ഇന്ത്യക്ക് പുറത്തുള്ള ആഹാരം ഇഷ്ടമല്ല. പോയിട്ട് വരണം അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സെങ്കിലും ചെയ്യാൻ പറ്റിയില്ല, വെള്ളക്കാരുടെ മുമ്പിലൊക്കെ സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ അദ്ദേഹം പറഞ്ഞത്. എല്ലാം കഴിഞ്ഞ് തൻ്റെ ദുഃഖത്തിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം പഴയ ദയാളൻ സാറായി. അപ്പോൾ ഞങ്ങൾ എല്ലാം പോയി അദ്ദേഹത്തിന് കണ്ണൊക്കെ തുടച്ച് സമാധാനം ചെയ്ത് കേക്ക് മുറിച്ചപ്പോൾ അദ്ദേഹം കട്ട് ചെയ്ത കേക്ക് ആദ്യം എടുത്ത് എനിക്കാണ് ഫീഡ് ചെയ്തത്. ഞാനും അദ്ദേഹത്തിന് കൊടുത്തു. ആ ഫോട്ടോസൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞാനും ഇദ്ദേഹം വളരെ ക്ലോസ് ഫ്രണ്ട്സായി. ഞങ്ങൾ ഒന്നിച്ച് ഊണ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ പല കാലങ്ങളും. അപ്പോൾ കുറേ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന് ലണ്ടനിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ നല്ലൊരു വർക്ക് ഞാൻ കണ്ട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ട് ഞാൻ കോപ്പി അവർക്ക് അയച്ചിട്ട് ഇദ്ദേഹത്തിന് ലണ്ടനിലേക്ക് ഒരാഴ്ച ഒരാഴ്ച എന്താ സുരേഷ്, 1 month ഓൾസോ വി ക്യാൻ എൻ്റർടൈൻ എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം ലണ്ടനിലേക്ക് പോയിട്ട് ഒരാഴ്ച
അവിടെ എല്ലാം ചുറ്റി കണ്ടിട്ട് ഫാക്ടറിയിൽ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ അവിടെ പഠിച്ചിട്ട് അവിടുത്തെ ഫ്രഷേഴ്സിന് അദ്ദേഹം ക്ലാസ് എടുത്തിട്ട് തിരിച്ചു വന്ന് ഒരു മാസമോ 1.5 മാസമോ അദ്ദേഹം ഈ കംപ്ലീറ്റ് ഞങ്ങളുടെ ഫാക്ടറിയുടെ വർക്കിംഗ് സ്റ്റൈലിനൊക്കെ മാറ്റി. നിറയെ പ്രൊഡക്ഷനായി, നന്നായി അദ്ദേഹം വന്നു. അങ്ങനെ ഈ പിറന്നാൾ എന്ന് പറയുമ്പോൾ ദയാളൻ സാറിന് ആ ചെറുപ്പം വയസ്സിൽ ഞാൻ അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാൻ ഞാനെടുത്ത ആ പ്രയത്നങ്ങളൊക്കെ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്യുമോ എനിക്കറിയില്ല. എത്ര പേര് ദേഷ്യപ്പെടണമല്ലോ, അല്ലെങ്കിൽ നമ്മൾ പ്രഷർ ചെയ്യണമല്ലോ, നമ്മൾ തെറ്റിദ്ധരിക്കുമല്ലോ, എന്തൊക്കെയോ സെക്കൻഡ് തോട്ട്സ് എനിക്ക് വരും. അന്ന് എനിക്ക് ചെറുപ്പമല്ലേ, ഒന്നും അറിയില്ല, വളരെ പാവം, ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും. പക്ഷേ ഫസ്റ്റ് തോട്ടിൽ എന്താണോ ചെയ്യും, നന്മയാണെങ്കിൽ ഉടനെ ചെയ്യും. ഇന്ന് ഞാൻ എൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. പക്ഷേ ഇന്ന് ദയാളൻ സാറില്ല.